ജർമ്മൻ്റെതും ഒന്നും എത്താറായില്ല, പ്രായം മുന്നോട്ട് പോയി, ഭാവിയെ കുറിച്ച് കൂടുതൽ ടെൻഷൻ. റിസ്വാനാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഉള്ള കാര്യം പറയുമല്ലോ, പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു വിശ്വാസമായിരുന്നു. ഈ അടുത്ത് തന്നെ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? പിന്നെ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് അമ്മയും മോനും ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോഴത്തേനും എനിക്കിതേക്കുറിച്ചൊന്നും അറിയത്തുമില്ലായിരുന്നു. ഇവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് ഞാനിവിടെ ഇവിടെ വന്ന് ഇതൊന്ന് കണ്ടു പറയുക. എനിക്ക് വന്ന് റിസ്വാനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്കൊരു വിശ്വാസമായി. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് ഇപ്പം മോൻ ഇവിടം വരെ പോകാറായി. എല്ലാം 2 ദിവസത്തേക്ക് വെള്ളിയാഴ്ച 3-ാം തീയതി പോകാൻ വേണ്ടി ഇരിക്കുക. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞപ്പോൾ 3 മാസം 4 മാസത്തിനുള്ളിൽ കയറ്റിവിടാന്ന് പറഞ്ഞു. പക്ഷെ ഇടയ്ക്ക് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. എന്നാലും ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ആയിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരു കുഴപ്പമില്ല. ശരിയാണ്, റിസ്വാനാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഉള്ള കാര്യം പറയുമല്ലോ, പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു വിശ്വാസമായിരുന്നു. നല്ല രീതിക്കുള്ള ഒരു നല്ല എന്നാ പറയണ്ടേ, കോൺഫിഡൻസ് നല്ലോണം തന്നു. പേടിക്കണ്ടെന്നുള്ള ഒരു രീതിയിൽ ആക്കി തന്നു. മനസ്സിൽ നല്ല വിശ്വാസമാക്കി. അതെ, പോസിറ്റീവ് ആയിരുന്നു, വളരെ പോസിറ്റീവ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാണെങ്കിലും ഇപ്പൊ എന്റെ ഒരു അവസ്ഥയിലാണെങ്കിലും ഞാൻ ഈ കുട്ടികളുടെ കാര്യങ്ങൾക്ക് എങ്ങനെയാകും ഭാവിയെ കുറിച്ച് കൂടുതൽ ടെൻഷൻ ആയി. ഇവന്റെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ജർമ്മൻ്റെതും ഒന്നും എത്താറായില്ല, ഇതും ഇങ്ങനെ പ്രായം മുന്നോട്ട് പോയി. ഒരു 23 വയസ്സ് ആകുന്നു, എന്തായി തീരുമെന്ന്. അന്നേരമാണ് ഇത് വന്നു വീണത്. എൻ്റെ ഒരു ഭാഗ്യമായിട്ട്, ഇവൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഇനി മുന്നോട്ടുള്ള ബാക്കി കാര്യങ്ങളും നല്ല രീതിയിലാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകും.